നമ്മുടെ ധീരമായ ഒരു യാത്ര, ആ ധീരമായ നമ്മുടെ യാത്ര പരലോകത്തേക്കുള്ള യാത്രയാണ്. ആ പരലോകത്തേക്കുള്ള യാത്രയിൽ നമുക്ക് പരാജയം സംഭവിക്കുന്നത് നമ്മുടെ അധിക ഭാരങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, നമ്മളൊക്കെ മരണപ്പെട്ട് പാലോട് മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിലോ വേങ്ങോട് മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിലോ നമ്മുടെ മയ്യത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുതലാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ആ ജീവിതം അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള പരലോകത്തേക്കുള്ള വലിയ ഒരു യാത്ര, ആ യാത്രയിൽ നമ്മുടെ കയ്യിൽ കനം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കയ്യിൽ കനമുണ്ടാകാൻ പാടില്ല. എങ്കിൽ പരലോകത്തേക്കുള്ള യാത്ര നമുക്ക് വലിയ ഭാരമായി തോന്നും. ഇങ്ങനെ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ ഭാരമാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പാപഭാരങ്ങൾ, രണ്ട് മോഹഭാരങ്ങൾ. ഇത് രണ്ടുമാണ് ഹ്രസ്വമായ നിലയിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഉണർത്താനുള്ളത്. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ നാളെ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ വലിയ ഭാരമാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ആ ഭാരമില്ലാതെ നമുക്ക് യാത്ര ചെയ്താൽ വിജയം സുനിശ്ചിതമാണ്. അള്ളാഹു ഭാരങ്ങളൊന്നുമില്ലാതെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കഥ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് വരാൻ. തത്വചിന്തകനായ സാത്വികനായ ഒരു മനുഷ്യൻ കപ്പൽ യാത്ര ചെയ്തു. ആ കപ്പൽ യാത്രയിൽ കപ്പിത്താൻ ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ് വന്നു: കപ്പൽ കരയ്ക്കടിഞ്ഞാൽ ഒരാളും ഇറങ്ങി പോകരുത്. നിങ്ങളുടെ ലഗേജ് പരിശോധിക്കണം, എല്ലാവരുടെയും ലഗേജ് പരിശോധിക്കണം, ആരും പോകരുത്. തത്വജ്ഞാനിയായ ഒരു മനുഷ്യൻ, സാത്വികനായ മനുഷ്യൻ കപ്പലിൽ നിന്ന് കപ്പൽ കരയ്ക്കടിഞ്ഞപ്പോൾ എടുത്തു ചാടി ഒരൊറ്റ ഓട്ടം. അദ്ദേഹത്തോട് ചോദിച്ചു, ലഗേജ് പരിശോധിക്കണമെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? അദ്ദേഹം ചോദിച്ചു, ലഗേജ് ഉള്ളവന് പരിശോധിച്ചാ പോരെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ലഗേജ് ഇല്ല, പിന്നെ ഞാൻ എന്തിനു നിൽക്കണം? അദ്ദേഹത്തിനോട് ഉദ്യോഗസ്ഥര് പറഞ്ഞു, എന്നാ പൊക്കോ, എന്നാ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. ആ സമയത്ത് നടന്നു പോകുന്ന സാത്വികനായ വിശുദ്ധനായ ആ മനുഷ്യൻ അറിയാതെ പറഞ്ഞുപോയി, പടച്ച റബ്ബേ, ഭൗതിക ലോകത്ത് ഒരു കപ്പലിൽ നിന്ന് ഞാൻ എടുത്തു ചാടി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ എന്നെ പിടിച്ചു നിർത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ എന്റെ കയ്യിലെ ഭൗതികമായ ഒരു കെട്ടും ഒരു ഭാണ്ഡവും ഒരു ലഗേജും എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് വിട്ടയച്ചെങ്കിൽ അല്ലാ, നാളെ പരലോകത്ത് നിന്റെ മാലാകമാരെന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറാവന സഭയിൽ നിന്റെ മലായിക്കത്തുകൾ മുഴുവൻ ചുറ്റുവട്ടത്ത് വട്ടമിട്ടിങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹുവേ, കയ്യിലെ ഭാരങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ ഈ സാധുവിന് സാധിച്ചാൽ ഈ പാപിയായ ഞാൻ രക്ഷപ്പെടുമല്ലോ. പരലോകത്ത് ഭൗതിക ലോകത്തെന്നെ രക്ഷപ്പെടുത്തിയ അല്ലാ, എന്നെ ആഖിറത്തിൽ കൂടി രക്ഷപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് സാത്വികനായ വിശുദ്ധനായ ചിന്തകനായ തത്വജ്ഞാനിയായ ആ മനുഷ്യൻ അവിടെ നിന്ന് കരയിലൂടെ നടന്നു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മനുഷ്യലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്ന മനുഷ്യന്മാരായി, മനുഷ്യകോലങ്ങളായി ജീവിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും വിശാലമായ യാത്ര വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടത്തെ യാത്രയൊന്നും യാത്രയല്ല, ഇതെല്ലാം അവസാനിച്ച് തിരിച്ചു വരാനുള്ള യാത്രയാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടേക്ക് പ്രസംഗത്തിന് വന്നല്ലോ, ഇവിടെ നിന്ന് ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകേണ്ടവനാണ്. നാളെ അവിടെ നിന്ന് തിരിച്ചു വീണ്ടും ഇവിടെ വരേണ്ടവനാണ്. ഇവിടെ നിന്ന് തിരിച്ച് ഞാൻ വീണ്ടും എന്റെ വീട്ടിലേക്ക് പോകേണ്ടവനാ. ഇന്നലെ ഇതേ സമയത്ത് മലപ്പുറം ജില്ലയിലെ താനൂരിലെ
താനൂരിലെ താനാളൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. അവിടെ നിന്നും യാത്ര ചെയ്ത് ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നു. ഇന്നും നാളത്തെയും പ്രസംഗം കഴിഞ്ഞാൽ ബുധനാഴ്ച എനിക്ക് ഗുരുവായൂരിലാ. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും താനൂരിലാണ് പ്രസംഗിക്കേണ്ടത്. അവിടേക്കും ഞാൻ യാത്ര ചെയ്യേണ്ടതാണ്. എനിക്കൊരു പ്രതീക്ഷയുണ്ട് മടങ്ങി വരാമെന്ന്. എന്നാൽ 6 കാലുള്ള കട്ടിലിൽ എടുത്തു കിടത്തിയിട്ട് എന്റെ ശരീരം മുഴുവനും കെട്ടിവരിഞ്ഞിട്ട് 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ ഒരു മടങ്ങി വരവില്ല, ഒരു തിരിച്ചു വരവില്ല. ആ യാത്ര എങ്ങോട്ട് ആരംഭിക്കുന്നത്, പിന്നെ എങ്ങോട്ടാണെന്നറിയോ? അനന്തമായ ആഖിറത്തിലേക്കാണ്, വിശാലമായ പരലോകത്തിലേക്കാ. ആ പരലോകത്തേക്കുള്ള യാത്രയിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഭാരമുണ്ടാകാൻ പാടില്ല. അതിൽ 2 ഭാരങ്ങളാണ് നമ്മുടെ യാത്രകൾ നമ്മളെ അനുഗമിക്കുന്നത്. ഒന്നാമത്തെ ഭാരം പാപഭാരമാണ്, രണ്ടാമത്തേത് മോഹഭാരമാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ആദ്യത്തെ ഒരു ഭാഗമെന്നോണ് നമ്മുടെ ജീവിതത്തിന്റെ പാപഭാരങ്ങളെ പറ്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്നേ വരെ അള്ളാഹു നമ്മളോട് ഭാരമുള്ളതൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇശാഇന്റെ ബാങ്ക് വിളിച്ചല്ലോ, പ്രസംഗം നിർത്തിയിട്ട് എല്ലാവരും നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കയറണമെന്ന് ഇമാമ് പറയാത്തതെന്താ? ഇന്നദ്ദീന യുസ്ർ, ദീനെന്ന് പറയുന്നത് സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. പ്രിയപ്പെട്ടവരെ, ദീന് ഒരു ബലാത്കാരമില്ല, ദീനിൽ ഒരു ഭാരമില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഉംറയായാലും ജീവിതത്തിന്റെ ഏതെല്ലാം സൽക്കർമ്മങ്ങളായാലും ഇതൊന്നും നമുക്ക് ഭാരമല്ല. പടച്ചവന് ഭാരമുള്ളതൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ, പലിശ വാങ്ങരുതെന്ന് പറഞ്ഞപ്പോ, ജീവിതത്തിൽ ഒരു തിന്മയിലും നീ മുഴുകരുതേ എന്ന് പറഞ്ഞപ്പോൾ അതൊരു മനുഷ്യന് ഭാരമല്ലല്ലോ. അള്ളാഹു ഭാരമുള്ളതൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധമായ ഗ്രന്ഥം ഏതാണ്? അള്ളാന്റെ പരിശുദ്ധ ഖുർആനല്ലേ. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോറിയ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി മഹാനായ നസലല്ലമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാഗഹുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് പ്രവാചകർ കോതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുൽ ഖുർസിയിൽ അല്ലാഹു പറയുന്നത്, എന്റെ പ്രിയ ആമന റസൂലു എന്ന് പറയുന്ന മഹത്തായ ഒരു സൂക്തമുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തെ ഒരു ആയത്താണ്. ആമന റസൂലു എന്ന് പറയുന്ന ഒരു ആയത്താണ്. എല്ലാവർക്കും മനപ്പാടമുള്ള സൂറ ആയത്താണല്ലോ ആമന റസൂലു. ഈ ആമന റസൂലുവിൽ അല്ലാഹു പറയുന്ന ഒരു ഭാഗമുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു എന്ന അജയ്യനായ നമ്മുടെ സൃഷ്ടാവ് ഒരിക്കൽ പോലും നമ്മളോട് കഴിയാത്തതൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. ചോദിക്കട്ടെ സഹോദരൻ, ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമായി സക്കാത്ത് കൊടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞത് നമുക്ക് ഭാരമാണോ? 5 നേരം 24 മണിക്കൂറിൽ മിനിറ്റ് 5 നേരം അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞത് നമുക്ക് ഭാരമാണോ? ഒരിക്കലും ഭാരമല്ല. 12 മാസക്കാലങ്ങളിൽ 11 മാസക്കാലം യഥേഷ്ടം നമ്മൾ കഴിക്കുന്നവരാ. അതിൽ 1 മാസക്കാലം പകൽ മുഴുവനും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് വിധേയപ്പെടണമെന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഭാരമല്ലല്ലോ സഹോദരങ്ങളെ. ആയുസ്സിൽ ഒരൊറ്റ വട്ടം പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ കഥന ഭാരങ്ങൾ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞത് അള്ളാഹു ഒരിക്കലും നമ്മളോട് ഭാരമുള്ളതൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ. പിന്നെങ്ങനെയാ നമ്മുടെ ജീവിതത്തിലെ ഭാരം വന്ന് കയറുന്നത്? അത് ഞാനും നിങ്ങളും ചെയ്യുന്ന പാപങ്ങളിലൂടെയാണെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. ഒരു ഭാരമുള്ള എന്തെങ്കിലും അല്ലാഹു പറഞ്ഞോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 50 വഖത്ത് നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കി. നമ്മളെല്ലാം പഠിച്ചതാണ്. 50 വഖത്ത് നിർബന്ധമാക്കി. മൂസാ നബി 5-ാം ആകാശത്ത് വെച്ച് നബിതങ്ങളെ സ്വാധീനിച്ച് 5ആക്കി ചുരുക്കി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നവരാ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹ്ക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയോ? അള്ളാഹ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നോ? മൂസാ നബി പറഞ്ഞാലേ അറിയാവുള്ളോ. എന്ത്
ഈ ഉമ്മത്തിനത് ഭാരമാണെന്ന് അല്ല. അല്ല, നിങ്ങൾക്ക് ഭാരമായതൊന്നും ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് വഴിയിൽ മൂസാ നബിയെ നിർത്തിയത്. അല്ലാതെ അല്ലാഹ് 50 ഓർഡർ ഇട്ടു, ആ ഓർഡർ തെറ്റിച്ചിട്ട് നബിതങ്ങൾ മൂസാ നബിയുമായിട്ട് ഇടപെട്ട് ആ മൂസാ നബിയെ സ്വാധീനിച്ച് ചെന്നിട്ട് വീണ്ടും അപ്പീൽ കൊടുത്തു. അവിടെ നിന്ന് വീണ്ടും പുതിയ ഒരു തീരുമാനം വന്നു, 5 ആക്കി ചുരുക്കി നമ്മുടെ കയ്യിൽ കൊണ്ട് ഉരുട്ടി വെച്ച് തന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ ശുദ്ധ മണ്ടത്തരം. അല്ലാഹ് 5 തന്നെ നിർബന്ധമാക്കിയത്. 50 എന്ന് ആദ്യം പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ സമുദായത്തിന് ഭാരമാണ് 50 വഖത്ത് നിസ്കാരം, പക്ഷേ ഞാൻ നിങ്ങൾക്കത് തരൂല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനെ മിനായിലെ താഴ്വരയിൽ ചരിച്ചു കിടത്തിയിട്ട് അറുക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞു. ആദ്യം അള്ളാഹ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. പിന്നീട് അള്ളാഹ്ക്ക് മനസ്സിലായി അത് മോശമായിരുന്നു, മോനെ അറുക്കാൻ ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഇബ്രാഹിമേ നീ അറുക്കണ്ട, ഇപ്പൊ നിനക്ക് ഞാൻ ഒരു ആടിനെ അങ്ങോട്ട് കൊടുത്തു വിടുന്നുണ്ട്, നീ അതിനെ അറുത്തിട്ട് ശഹ്വത്ത് തീർത്തോ എന്ന് പറഞ്ഞതല്ലല്ലോ പടച്ച തമ്പുരാൻ. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, നരഹത്യ പാടില്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ ഹിക്മത്താണ് ഇത്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ഭാഗം മാത്രം നമ്മൾ ചർച്ച ചെയ്ത് പോയാൽ പോരാ. അള്ളാഹു എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ എളുപ്പമാക്കി തന്നത്? എല്ലാ കാര്യങ്ങളും 28 ആകുമ്പോ നമ്മുടെ രാഗിരി ചൂട് കഴിഞ്ഞു നിന്ന് പുഴുങ്ങാൻ ചൂടുണ്ടോ, പിന്നെ നമുക്കുണ്ടോ, പിന്നെ നമുക്ക് എത്രയും ഭാരം വരാൻ കാരണം എന്താ ഇത്രയും ഭാരം വരാൻ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്ന പിഴവുകളാണ് നമ്മളെ ഭാരമാക്കിയത്. ആ ഭാരം ചുമന്നുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്കുള്ള യാത്ര ഭീകരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ആഖിറത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ പാപഭാരം നമ്മളെ ഇറക്കി വെക്കണം. അതെന്ത് വേണമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് പറയാം. ശ്രദ്ധിച്ച് കേട്ടോ. 2 ഭാരങ്ങളാണ് നമ്മൾക്ക് പരലോകത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ഭീകരമായി തോന്നുന്നത്. ഇല്ലെങ്കിൽ ഖബർ പോലെ സുഖം വേറെ. എല്ലാ ഉസ്താദുമാര് പ്രസംഗിക്കുമ്പോഴും പറയുന്നത് എന്താ? ഖബറിനകത്ത് മലക്കുകൾ വരുന്നു, ഇടിയങ്ങോട്ട് തുടങ്ങിയാ പിന്നെ തീരൂല, ചവിട്ടാണ്, കുനിച്ചു നിർത്തി ഇടിയാണ്, അതുപോലെ തന്നെ ആ കമ്പിപ്പാര വെച്ച് തലക്കടിക്കുന്നു, അതുപോലെ കുന്തം വെച്ച് കുത്തിയിറക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇപ്പൊ ഖബറിനോട് പേടിയാ. അതുകൊണ്ടാണ് ഖബർസ്ഥാന് പൈസ കൊടുക്കാനും പേടി. കാരണം ഖബർസ്ഥാൻ മാഞ്ചിട്ടാലേ കൊണ്ട് കിടത്തോളൂ. തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭാഗത്ത് പള്ളിയിൽ പ്രസംഗിക്കാൻ എന്നെ 3 കൊല്ലം വിളിച്ചു. ഒരു വലിയ മഹല്ലിൽ നിന്ന് ഒരു പിന്നെ എന്താണ് ഒരു ഉപമഹല്ലായി ഈ മഹല്ലിനെ മാറ്റണം. അപ്പൊ അവര് പറഞ്ഞു, മെയിൻ മഹല്ലുകാര് പറഞ്ഞു, ഉസ്താദെ അല്ല, അവരോട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മരിച്ചാൽ അവരെവിടെ അടക്കും നിങ്ങളെ? ഇവര് വസ്തു വാങ്ങിയിട്ടോണ്ട് നിൽക്കുകയാണ്. അവസാനം 3-ാം വർഷം വഴുത വിളിക്കാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, ഒന്ന് ദുആ ഇറക്കണം, ആരെങ്കിലും ഒരാളൊന്ന് മരിച്ചാൽ മതി, ഞങ്ങളൊന്ന് അടക്കി കാണിച്ചു കൊടുക്കാം, ഞങ്ങൾ മരിച്ചാൽ ഇവിടെ അടക്കാൻ പറ്റുമെന്നൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ ആളുകളൊക്കെ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്തോളും, അഡ്മിഷൻ എടുത്തോളും, പുതിയ ഈ മഹലിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഖബർ ഇത്രയും ഭീകരമാണെന്ന് പരിചയപ്പെടുത്തുന്നല്ലോ, ഈ ഖബർ ഇത്രയും ഭീകരമാണെന്ന് പരിചയപ്പെടുത്തുന്നല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, ഖബർ പോലെ സുഖമുള്ളത്, ഖബർ പോലെ ഇത്രയും രസമുള്ളത്, ഖബർ പോലെ ആനന്ദമുള്ളത് വേറെ ഒരു സ്ഥലവുമില്ല, വേറെ ഒരു സ്ഥലവുമില്ല. അങ്ങോട്ട് ശ്രദ്ധിച്ചോളേ, കസേര അവിടെ ഇറക്കി വെക്കും, ഇങ്ങോട്ട് നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഖബർ സിമ്പിളാണ്. ഖബറിനെ പോലെ സുഖം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ശല്യം ഉണ്ടോ അതിനകത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ആരുടെയെങ്കിലും ശല്യം ഖബറിനകത്ത് ഉണ്ടോ? ഒരു ശല്യവും ഇല്ല. ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാം, സ്വസ്ഥമായിട്ട് കിടക്കാം. അതുകൊണ്ടാണല്ലോ മരിക്കാൻ നേരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മരിക്കാൻ കിടക്കുന്ന ബിലാൽ തങ്ങളുടെ വേർപാട് മനസ്സിലാക്കിയിട്ട് തലയിൽ കൈവച്ചിട്ട് സാധാരണ പെണ്ണുങ്ങൾ പറയുന്നത് പോലെ, വാ ഹുസ്ന, എന്തൊരു ദുഃഖമാണ്, സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ബിലാൽ ഈ നിമിഷം മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ബിലാൽ തങ്ങൾ പറയുന്നു, വാ തർബാ, എന്തൊരു സന്തോഷം, ഒന്ന് മരിച്ചാ മതിയായിരുന്നു. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളെ വേർപാട് സഹിക്കാൻ പറ്റാതെ ഞാൻ, നിങ്ങളുടെ മരണം വല്ലാതെ ഞാൻ വിഷമത്തിലാകുമ്പോ നിങ്ങൾക്ക് മരിക്കണമെന്ന കൊതിയാണോ? ആ സമയത്താണ് ബിലാൽ തങ്ങൾ പറഞ്ഞത്, എന്റെ പൊന്നുമോളെ,
ഞാനൊന്നും മരിച്ചാൽ അടുത്ത നിമിഷം എനിക്ക് എന്റെ മുത്തു റസൂലിനെ കണ്ടൂടെ? ഞാൻ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ എനിക്ക് കണ്ടൂടെ? മരണപ്പെട്ടു പോയവരെ. അതെന്തുകൊണ്ടാണ്? ബിലാൽ തങ്ങളുടെ മുതുകത്ത് ഭാരമില്ല. നമ്മൾ ഇപ്പോഴും പേടിക്കുക മരണം എന്ന് പറയുമ്പോ കയ്യിലൊന്നുമില്ല, മുതുകത്ത് ഭാരവും കിടക്കുകയാണ്. ഈ ഭാരം ഇറക്കി വെക്കണമെന്നായി പറയുന്നത്. അത് എന്ത് ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിൽ ഉണർത്താം. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പരലോക ജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം, നമ്മുടെ യാത്ര, ആ യാത്രയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപഭാരങ്ങളുമായിട്ട് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ വാർഷികമാണ് പാലോടുകാരാ. ഈ 12 വർഷക്കാലം അതല്ലെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം ചൊല്ലിയ സ്വലാത്തുകളുടെ വാർഷികമായി ഈ ഗ്രാമപ്രദേശത്തെ പള്ളിയിലെ നിങ്ങൾ ഓരോരുത്തരും ആനന്ദ തുന്തിലരായി അങ്ങ് മദീന മുനവ്വറയിലും വിശ്രമം കൊള്ളുന്ന നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്താൽ, ആ പ്രവാചകരോടുള്ള പ്രണയത്താൽ സ്വലാത്തിന് ഒരു കുറവും വരുത്തരുതേ. സ്വലാത്ത് വാർഷികമാ. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോട് അല്ലാഹ് പറഞ്ഞ ഒരു വാക്കെന്താണെന്നറിയോ? നബിയെ അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ റസൂലേ? ആരെന്ത് പറഞ്ഞാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും അതെല്ലാം അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞിട്ട് അങ്ങ് ധീരമായി മുന്നോട്ട് പോകുന്നല്ലോ നബിയെ. അങ്ങയെ കള്ളനെന്ന് വിളിച്ചവരുടെ മുമ്പില്, അങ്ങയെ ജോത്സ്യനെന്ന് വിളിച്ചവരുടെ മുമ്പില്, അങ്ങ് മാരണക്കാരനാണെന്ന് വിളിച്ചവരുടെ മുമ്പില്, അങ്ങ് മക്കള് മരണപ്പെട്ട് വേരറ്റ് പോയവനാണെന്ന് വിളിച്ചവരുടെ മുമ്പില് ധൈര്യമായി പിടിച്ചു നിന്ന നബിയേ, തളരാതെ തകരാതെ പിടിച്ചു നിന്ന റസൂലേ. എന്താണ് അതിന് കാരണം എന്തെന്നറിയോ? അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? എന്നിട്ട് അല്ലാഹു പറഞ്ഞ കാര്യം എന്തെന്നറിയോ? വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖല ലഹ്റക, അങ്ങയുടെ മുതുകത്തുണ്ടായിരുന്ന ഭാരം മുഴുവനും ഞാൻ അങ്ങ് ഇറക്കി വെച്ചില്ല നബിയെ. അങ്ങയുടെ മുതുകത്തുണ്ടായിരുന്ന പാപഭാരത്തെ മുഴുവനും ഞാൻ അങ്ങ് ഇറക്കി വെച്ചില്ല നബിയെ. അള്ളാന്റെ ഹബീബിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമേതാ? അവിടുത്തെ മുതുകത്ത് നിന്ന് പാപഭാരങ്ങളെ അല്ലാഹ് ഇറക്കി വെച്ചു എന്ന എന്റെ പാലോടുകാരാ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്ന ഏറ്റവും വലിയ നിഅമത്തേതാണ്? സന്താനങ്ങളല്ല, സമ്പത്തല്ല, കോടികളല്ല, ബാങ്ക് ബാലൻസുകളല്ല. ഏതാണ് റബ്ബ് തരുന്ന ഏറ്റവും വലിയ നിഅമത്തെന്നറിയോ? അത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞതുപോലെ ജീവിതത്തിലെ പാപഭാരങ്ങളില്ലാതിരിക്കല. അങ്ങനെ മരണപ്പെട്ടു പോയ മഹാരഥന്മാർ ഈ നാട്ടിലുണ്ടായിട്ടില്ലേ? ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആദരണീയനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന ഒരു പണ്ഡിതൻ എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്ത് കിടക്കുന്നില്ലേ? അഷ്റഫുൽ ഖൽഖിനെ സ്വപ്നം കണ്ട് മരിച്ചുപോയ മഹാനായ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് ഈ നാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നില്ലേ? എത്ര വലിയ മഹാരഥന്മാരാ! അവരുടെ മുതുകത്ത് ഭാരങ്ങളില്ല, അവരുടെ മുതുകത്ത് ഭാരങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപഭാരങ്ങളെ ഇറക്കി വെക്കാൻ എപ്പോഴാണ് നമുക്ക് കഴിയുക? പരലോകത്തേക്കുള്ള നമ്മുടെ യാത്ര വളരെ സുഗമമാണ്, വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ ഭാരങ്ങൾ എന്റെ ഭാര്യ ചുമക്കൂല, എന്റെ ഭാരം എന്റെ മക്കള് ചുമക്കൂല, എന്റെ പാപങ്ങളുടെ ഭാരം എന്റെ പിതാവും മാതാവും ചുമക്കൂല. എന്റെ പാപഭാരങ്ങളെ ഞാൻ തന്നെ ചുമന്നാലേ മതി വരികയുള്ളൂ. ഒരു ദിവസം മദീനയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ മദീനയുടെ ഭരണാധികാരി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, ഈ രാജ്യത്ത് ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞത് മഹാനായ മഹാത്മജിയാണ്. എന്താ കാര്യം എന്നറിയോ? സാധാരണ ഇലക്ഷന് വരുന്നത് പോലുള്ള ഈ വോട്ട് ചോദിക്കാൻ വരുന്നവരെ പോലെ അല്ല. ഞാൻ രാഷ്ട്രീയം പറയുന്നതൊന്നുമല്ല കേട്ടോ. മദീനയുടെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി വേഷം മാറി നടക്കും, വോട്ട് പിടിക്കാനല്ല.
പൈസ കൊടുക്കാനല്ല, കള്ളു കൊടുക്കാനല്ല, പിന്നെന്തിനാണ്? തന്റെ പ്രജകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കിട്ടാൻ. ഒരു വീടിന്റെ മുമ്പിലെത്തുമ്പോ വൃദ്ധയായ ഒരു മാതാവ്, ചരിത്രം നിങ്ങൾക്കറിയാം. പക്ഷെ ആ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഒരു വീടിന്റെ അകത്തൊരു വൃദ്ധയായ ഉമ്മ, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത പാവപ്പെട്ട ഒരു ഉമ്മ കുടിലിൽ. ആ ഉമ്മയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആണ് കയറി ചെല്ലുന്നത്. ഉമ്മയ്ക്കറിയില്ല ഇത് ഉമറാണ് എന്ന്. ആ ഉമ്മയോട് ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ എന്താ വിശേഷം, വീട്ടിൽ റാഹത്താണോ? അപ്പോഴാണ് ഉമ്മ പറയുന്നു, കൂടെ അസ്ലം എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി കൂടെ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടെ ഉണ്ട്. നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഉമ്മയോട് വിവരം ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, എന്ത് സുഖമാ മോനെ, ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ട് ഉമർ. ആ ഉമർ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ കഴിക്കാൻ എനിക്ക് ഭക്ഷണമില്ല, ഇവിടെ കുടിക്കാൻ എനിക്ക് വെള്ളമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? ഇങ്ങനെ പറയുന്ന ഉമ്മയോട് ചോദിക്കും, വോട്ടാർക്കായിട്ടേ, വോട്ടാർക്കിട്ട്. പതുക്കെ നമ്മൾ ചോദിക്കും. ഇതാണല്ലോ നമുക്ക് വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചാടി എണീറ്റു. ഇത് ഉമർ അറിയുന്നുണ്ടോ? ഈ വീട് പട്ടിണിയാണെന്നും ഈ വീട് ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത വീടാണെന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങളെ ചാടി എണീറ്റു. അസ്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് നേരെ വന്നത് മസ്ജിദുൻ നബവിയുടെ പിൻപുറത്തുള്ള പിൻഭാഗത്തുള്ള ഗോഡൌണിലാണ്. ഗോഡൌണിൽ കയറി വന്നിട്ട് ഈത്തപ്പഴം എടുത്തു, ബാർലി എടുത്തു, ഗോതമ്പെടുത്തു, ആവശ്യമായ സാധനങ്ങൾ പല പല സഞ്ചികളിലേക്ക് എടുത്തു വെച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സഞ്ചി മുഴുവൻ എടുത്ത് തോളത്ത് വെക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, അവിടെ ഇരുന്നു കൊണ്ട് ഫോണിൽ കുത്തിക്കിട്ടിടാവ് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചുകൂടെ എന്നല്ല പറഞ്ഞത്. ഗോഡൌണിൽ ചെന്നിട്ട് ഖജനാവിന്റെ ബൈത്തുൽ മാലിന്റെ ഖജനാവിനകത്ത് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ മുഴുവനും ഒരു കീസിലാക്കിയിട്ട് ആ സഞ്ചി എടുത്ത് തോളപ്പിടാൻ നേരത്ത് അസ്ലം റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി അസ്ലം റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് ചോദിക്കുന്നു, ഉമർ തങ്ങളെ ഇത് ഞാൻ ചുമന്നോട്ടെ? ഇവിടെ ശ്രദ്ധിക്കണേ, ഇത് ഞാൻ ചുമന്നോട്ടെ? പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, ഭരണാധികാരിയെ കൊണ്ട് എങ്ങനെയാണ് ഇത് ചുമപ്പിക്കുക? ചോദിച്ചു, ഞാൻ ചുമന്നോട്ടെ തങ്ങളെ? ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ സാധനങ്ങൾ മുഴുവനും അസ്ലം തങ്ങളുടെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു തആല അൻഹു അസ്ലം തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അസ്ലം തങ്ങളോട് ചോദിക്കുന്നു, അസ്ലമേ അന്ത തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഈ ഉമറിന്റെ പാപങ്ങളുടെ ഭാരം നിനക്ക് ചുമക്കാൻ പറ്റുമോ? നാളെ പരലോകത്ത് ഈ ഉമർ ചെയ്ത പാപങ്ങളുടെ ഭാരം നീ ചുമക്കുമോ അസ്ലമേ? ഇല്ല ഉമർ തങ്ങളെ, അത് നിങ്ങൾ ചുമന്നാലേ മതിയാവുകയുള്ളൂ, അത് നിങ്ങൾ തന്നെ ചുമക്കണമെന്ന് പറയുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതെല്ലാം സ്വന്തമായ തലയിൽ വെച്ചിട്ട് നേരെ വരികയാണ്. ആ വീട്ടിലേക്ക് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അടുക്കളയിലേക്ക് കയറിയിട്ട് അതെല്ലാം പാചകം ചെയ്തിട്ട് പാകം ചെയ്തിട്ട് ആ ഉമ്മയ്ക്ക് അതെല്ലാം വിളമ്പി കൊടുത്തു. ഇതെല്ലാം കഴിച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുമ്പോ ആ ഉമ്മ അതാ സന്തോഷത്തോടെ, വയറ് നിറഞ്ഞ ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ഉമർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഉമർ തങ്ങൾ അറിയുന്നില്ലല്ലോ ഇത് ഉമർ തങ്ങളാണെന്ന് ഈ ഉമ്മ അറിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞ മറുപടി, ആരോരും കടന്നു വരാത്ത ചെറ്റക്കൂരയുടെ അകത്തളങ്ങളിൽ കയറി വന്നിട്ട് ഈ പാതിരാത്രി എന്നെ ഭക്ഷിപ്പിച്ച എന്റെ പൊന്നുമോനെ നീ ആരെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നെനിക്കറിയാ, ലഅന്ത ഖൈറും മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്.
ഖത്താബ്, ഉമറമ്മ ഇവിടത്തെ ഭരണാധികാരിയേക്കാൾ നീ കൊള്ളാം മോനെ, ഇവിടത്തെ ഉമറിനേക്കാൾ നീ നല്ലവനാണടാ എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ് മസ്ജിദുൻ നബവിയില്. സുബ്ഹി നിസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുന്നു, എല്ലാവരും നിസ്കാരത്തിന് സഫ് കെട്ടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ സഫിന്റെ മുകളിൽ കയറിയിട്ട് മെഹ്റാബിനകത്ത് ഇമാമത്ത് നിൽക്കുകയാ. ആ നമസ്കാര പള്ളിയുടെ ഏറ്റവും പുറകിൽ, മസ്ജിദുൻ നബവിയുടെ ഏറ്റവും പുറകിലത്തെ സഫിൽ അസ്ലം തങ്ങൾ നിൽക്കുകയാണ്. ഓതുന്ന സൂറത്തിന്റെ ആയത്തിന്റെ ഒരു ഭാഗം എത്തുകയാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. പരലോകത്ത് നിർത്തപ്പെടും ഉമറേ, പരലോകത്ത് നിന്നെ പിടിച്ചു നിർത്തും ഉമറേ. ഖുർആനിന്റെ ആയത്ത് തന്നെ പറ്റിയാണോ പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് ഉമർ തങ്ങളെ കരയാൻ തുടങ്ങി. ഉമർ തങ്ങളെ കരഞ്ഞ് 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 എന്റെയും നിങ്ങളുടെയും കരച്ചിലല്ല, ആ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കരച്ചില് ഒരു മാസക്കാലം പനിച്ച് കിടക്കുന്നതിലെത്തിച്ചു. ഒരു മാസം ഉമർ തങ്ങൾ പനിച്ച് കിടന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഈ ബാണ്ടക്കെട്ട് മുഴുവനും എടുത്ത് തലയിലേക്ക് വെച്ചപ്പോ പ്രൈവറ്റ് സെക്രട്ടറി ചോദിക്കുന്നു, ഞാൻ ചുമന്നോട്ടെ? ഉമർ തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, അസ്ലമേ, നാളെ പരലോകത്ത് നീ എന്റെ പാപങ്ങളൂടെ ചുമക്കുവോ? ഇല്ല, അത് നിങ്ങൾ ചുമന്നാലേ പറ്റുള്ളൂ. എന്നാൽ മാറി നിൽക്ക്, ഞാനിപ്പോ ഇത് ചുമന്നോളാം. നമ്മുടെ സ്നേഹനിധിയായ മക്കളാണെന്ന് പറഞ്ഞിട്ട് വാപ്പാടെ പാപം കൂടെ ഞാൻ ചുമന്നോളാന്ന് ഏത് മക്കള് പറയും? ഏത് മക്കള് പറയും? എന്റെ പൊന്നു മക്കൾ ചെയ്ത പാപങ്ങൾ വാപ്പ അല്ലേ ഞാൻ ചുമന്നോളാം എന്ന് ഏത് വാപ്പ പറയും? എന്റെ ഉസ്താദാണ്, അദ്ദേഹം ചെയ്ത പാപങ്ങളൂടെ ഞാൻ ചുമന്നോളാം എന്ന് ഏതു ശിഷ്യന്മാര് പറയും? ഞാൻ പഠിപ്പിച്ച എന്റെ ശിഷ്യനാണ്, പാപമാണ്, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റോളാമെന്ന് ഏത് ഗുരുനാഥൻ പറയും? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പറയോ? കമിതാക്കള് പറയോ? ആരാ പറയുക? നിങ്ങൾ പറ. അവനവന്റെ കാര്യത്തിന് നെട്ടോട്ടമോടുന്ന മഹ്ശറയിൽ പ്രിയപ്പെട്ടവരെ, എന്റെ പാപങ്ങൾ ഞാൻ ചുമന്നാലേ മതിയാവുള്ളൂ. വലിയ പ്രശ്നമാണ്. നമുക്ക് ഭാരമില്ലാതെ വേണം ആഖിറത്തിലേക്ക് യാത്ര ചെയ്യാൻ. ഒരു ഭാരവുമില്ലാതെ നമ്മൾ ഇങ്ങനെ പോവാൻ. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. നമ്മൾ അങ്ങോട്ടൊക്കെ ഏതെങ്കിലും യാത്ര പോകുമ്പോ, ഇപ്പോ ഒരു ദുബായിലേക്കോ അല്ലെങ്കിൽ ഒമാനിലേക്കോ കുവൈറ്റിലേക്കോ നമ്മളൊരു ചെറിയ യാത്ര പോയി. ആ യാത്ര നമ്മൾ പോകുമ്പോ, ഇവിടെ നിന്ന് പോകുമ്പോ സിമ്പിൾ ആയിട്ട് പോവാ, ഒന്നുമില്ല, ലഗേജുകളൊന്നുമില്ല. എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ ഒരൊറ്റ ഓട്ടമാണ്, ആരെ നോക്കണ്ട. ഏത് ബെൽറ്റിലാ, എത്രാമത്തെ ബെൽറ്റിലാണ് തന്റെ ലഗേജ് വരുന്നത്, താൻ സഞ്ചരിച്ച ഫ്ലൈറ്റിന്റെ ലഗേജുകൾ ഏത് ബെൽറ്റിലാ വരുന്നത്, ഏത് ഭാഗത്താണ് ലഗേജുകൾ വരുന്നത്, ഇതിനെപ്പറ്റി നോക്കി നിൽക്കണ്ട, ഇതിനെപ്പറ്റി ആലോചിക്കണ്ട, ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. ഇറങ്ങുക, പെട്ടെന്ന് തന്നെ എമിഗ്രേഷൻ ക്ലിയർ ആക്കിയിട്ട് പുറത്തേക്ക് പോവാ, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാ തിരിച്ചു കയറി 2 മാസം നിന്നിട്ട് സാധനങ്ങളൊക്കെ ഒത്തിരി വാങ്ങി, ലഗേജുകളൊക്കെ എല്ലാം കൂട്ടി 2-3 പെട്ടി ഉണ്ടാക്കി, ആ പെട്ടി കൊണ്ടുവന്ന് ഏർപ്പെടണം. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കൂല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. സൂറത്തുൽ അൻആമിൽ അല്ലാഹ് പറയുകയാണ്, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ. ഓരോ ശരീരങ്ങളും അവരവർ ചെയ്തതിനെ അവരവർ തന്നെ വഹിക്കേണ്ടി വരുന്നതാണ്, അവരവർ തന്നെയാണത് ചുമക്കേണ്ടത്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ചുമക്കേണ്ടി വരില്ല. വാപ്പ കള്ളുകുടിയനാണെന്ന് കരുതിയിട്ട് മക്കളത് വഹിക്കേണ്ടി വരുവോ? മോൻ കഞ്ചാവിൽ അടിമപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ട് ഏതെങ്കിലും വാപ്പാക്കത് വഹിക്കേണ്ടി വരുമോ? ഇല്ല. മകള് മോശമായ രീതിയിലാണ് നടക്കുന്നതെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഉമ്മയ്ക്കത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവന് ചെയ്യുന്നതേ അവനവന് വഹിക്കേണ്ടി വരുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്വലാത്തിന്റെ വാർഷികമാണ്, 14ാമത്തെ വാർഷികം, സ്വലാത്ത് വാർഷികം. ഇതാരാ തുടങ്ങി വെച്ചത്? സുബൈർ വാക്കവി. ഇപ്പൊ നാസിമുദ്ദീൻ മന്നാനിയാണ്. അന്ന് കമ്മിറ്റി നിങ്ങളൊക്കെ അല്ലേ?
പഴയ കമ്മിറ്റിയാണ്. ഈ 14ാമത്തെ സ്വലാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ തുറന്നു പറയാണ്. ഇപ്പോ ഈ നാസിമുദ്ദീൻ മന്നാനി ഉസ്താദ് എന്റെ ഉസ്താദിന്റെ ശരീകാണ്, പിന്നെ എന്റെ അത്ര തടിയില്ലെന്നേ ഉള്ളൂ, എന്റെ ഉസ്താദിന്റെ ശരീകാണ്. അപ്പൊ നാസിമുദ്ദീൻ മന്നാനി ഉസ്താദ് നിലവിൽ ഇതിന്റെ ഭാരവാഹികൾ ഈ 14ാമത്തെ സ്വലാത്തിന്റെ വാർഷിക പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. എത്ര മനോഹരമാണ്, എത്ര ഇതിൽ അറിവ് ആർക്കൊക്കെ കിട്ടി. ഞാൻ പറയുന്നതിൽ വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ ആരൊക്കെ പഠിക്കുന്നു, ഇവിടെ എത്ര ഗ്ലാസ് വെള്ളം കൊടുത്തു, ആരൊക്കെ കുടിച്ചു, ഇവിടെ ഒരാൾ ഒരു ഹദിയ കൊടുത്തു, അയാൾക്ക് കിട്ടിയ പ്രതിഫലം, ഇതെല്ലാം ഈ നാസിമുദ്ദീൻ മന്നാനിക്കും കമ്മിറ്റിക്കാർക്കും ഇതിന്റെ പ്രതിഫലം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വിഹിതം നേരെ നമ്മൾ അറിയാതെ സുബൈർ ബാക്കവിക്ക് പോകും, അന്നുണ്ടായിരുന്ന കമ്മിറ്റിക്കും പോകും. എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്യമുണ്ട് സൂറത്ത് യാസീനിൽ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു. നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല അള്ളാഹു നമുക്ക് വേണ്ടി എഴുതുന്നത്, മറിച്ച് വആസാറഹും നമ്മൾ തുടങ്ങി വെച്ചു കൊടുത്തത്. ഇത് എത്ര വർഷം ഇവിടെ നിൽക്കുമ്പോഴും അള്ളാഹു ഇതിന്റെ ഒരു പ്രതിഫലം ഇവർക്ക് ഒട്ടും കുറയ്ക്കാതെ ഇതിന് തുടക്കം കുറിച്ചവർക്ക് അള്ളാഹു താല കൊടുക്കും. എന്നാൽ നാട്ടില് ഒരു കോമാളിത്തരം തുടങ്ങി വെച്ചു കൊടുത്തു ഒരുത്തൻ, അല്ലെങ്കിൽ ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു സമാജം, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ്, ഒരു തോന്നിയാസം തുടങ്ങി വെച്ചു കൊടുത്തു. അത് ഉറൂസിന്റെ പേരിലായാലും ശരി, അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് ഏത് വിഷയം, ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് എതിരായ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ തുടങ്ങി വെച്ചു കൊടുത്താൽ പിറ്റേ വർഷവും തുടങ്ങി, 3-ാം വർഷം ഉണ്ടായി, 4-ാം വർഷം ഉണ്ടായി, 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങി വെച്ചോ മരിച്ചുപോയി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പാലോട് കബറി കിടക്കുമ്പോ ഈ 18ാമത്തെ വർഷം നടത്തുന്നതിന്റെ ഒരു മിസ്ല് സവാബ് നിന്റെ കബറിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും അല്ലാഹു തആല. അപ്പൊ നീ ചിന്തിക്കും, ഞാൻ എന്ത് പിഴച്ചു, 18 കൊല്ലം മുമ്പ് ഞാനൊരു സാധനം തുടങ്ങി വെച്ചു, അന്ന് ആളുകൾ കണ്ടു കൈയടിച്ചു കഴിഞ്ഞു, ഇപ്പൊ ചെറിയ മക്കളാ അതൊക്കെ ചെയ്യുന്നത്, അതിന് കബറി കിടന്ന് ഞാൻ എന്ത് പിഴച്ചു, ഞാൻ നോട്ടീസ് അടിക്കാൻ പൈസ കൊടുത്തോ, ഞാൻ മിമിക്രിക്ക് ആളെ കൊണ്ടുവന്നോ, ഞാൻ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്തോ? നീ ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് കിടക്കട ഹമുക്കെ, നീ അല്ലേ തുടങ്ങി വെച്ചു കൊടുത്തതെന്ന് മലക്കുകൾ ചോദിക്കും.